നമസ്കാരം. മികച്ച റാലിക്ക് ശേഷം അമേരിക്കൻ മാർക്കറ്റ് കഴിഞ്ഞ ദിവസം ഏറെക്കുറെ സൈലന്റ് ആയിരുന്നു. ഓരോ മാസവും ഇൻഫ്ലേഷൻ ഇടിയുന്നത് മൂലം 2024 കൂടി ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വരാമെന്നുള്ള ഫെഡ് ചെയർമാന്റെ കമന്ററിയാണ് മാർക്കറ്റിലെ റാലിക്ക് പിന്നിലെ പ്രധാന കാരണം. ഫെഡ് ചെയർമാന്റെ സൈഡിൽ നിന്നും ഒരു ഡോവിഷ് കമന്ററി പുറത്തു വന്നെങ്കിൽ ഇതിന് വിപരീതമായ ഒരു കമന്ററിയാണ് ഫെഡ് പ്രസിഡന്റിന്റെ സൈഡിൽ നിന്നും കഴിഞ്ഞ ദിവസം വന്നത്. ഉടനടി ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള കമന്ററിയാണ് ഫെഡ് പ്രസിഡന്റിന്റെ സൈഡിൽ നിന്നും വന്നത്. കാരണം ഇൻഫ്ലേഷൻ 2% എന്ന ടാർഗറ്റിൽ നിന്നും ഒരുപാട് ദൂരെയാണ്. ഇതുകൂടാതെ ഇൻഫ്ലേഷനെ കുറിച്ചുള്ള ഫെഡിന്റെ പ്രൊജക്റ്റഡ് റോഡ് മാപ്പ് നമ്മൾ പരിശോധിച്ചാൽ 2024 ഇൻഫ്ലേഷൻ 2.4%ലേക്കും 25-ൽ ഇൻഫ്ലേഷൻ 2.2%ലേക്കും 26-ൽ 2% എന്ന ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുള്ള പ്ലാനുമാണ് ഫെഡിനുള്ളത്. ഇവിടെ അമേരിക്കൻ മാർക്കറ്റിനെ ഒരൽപ്പം ആശയക്കുഴപ്പത്തിലാക്കിയ സ്റ്റേറ്റ്മെന്റാണ് ഫെഡ് പ്രസിഡന്റിന്റെ സൈഡിൽ നിന്നും പുറത്തു വന്നതെങ്കിലും ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോഴും ബുള്ളിഷ് ട്രെൻഡ് തുടരുകയാണ്. കഴിഞ്ഞ ദിവസവും ഇന്ത്യൻ മാർക്കറ്റ് അതിന്റെ പുതിയ ഹൈറ്റിലേക്ക് എത്തിയിരുന്നു. ഇവിടെ മാർക്കറ്റിൽ ബൈയിങ് വരാനുള്ള പ്രധാന കാരണം FISന്റെ ബൈയിങ് ട്രെൻഡ് തന്നെയാണ്. FIS ഡിസംബർ മാസത്തിൽ 29,700 കോടിയുടെ ബൈയിങ് ആണ് നടത്തിയത്. കഴിഞ്ഞ 3 മാസം കൊണ്ട് 75,000 കോടി രൂപയുടെ സെല്ലിംഗ് നടത്തിയെങ്കിൽ ഡിസംബർ മാസത്തിൽ മാത്രം 29,700 കോടിയുടെ ബൈയിങ് നടത്തി. ഡേറ്റകൾ സൂചിപ്പിക്കുന്നത് ബാങ്കിംഗ് ആൻഡ് IT സെക്ടറിലെ സ്റ്റോക്കുകളായിരിക്കും മികച്ച പെർഫോമൻസ് നടത്താൻ സാധ്യതയുള്ളത്. മാർക്കറ്റിൽ വന്ന ബൈയിങ് മൊമെന്റം എല്ലാ സ്റ്റോക്കുകളിലും പ്രതിഫലിക്കുന്നതുകൊണ്ട് നമ്മൾക്ക് അട്രാക്റ്റീവ് വാല്യൂഷനിലുള്ളതും അതുപോലെ തന്നെ മികച്ച ഫണ്ടമെന്റൽസ് ഉള്ളതുമായ സ്റ്റോക്കുകളെ വേണം ഇൻവെസ്റ്റ്മെന്റിനും ട്രേഡിങ്ങിനും വേണ്ടി പരിഗണിക്കാൻ. ഈ കാറ്റഗറി ഫുൾഫിൽ ചെയ്യുന്ന 3 സ്റ്റോക്കുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് അമി ഓർഗാനിക്സ് ലിമിറ്റഡ്. അമി ഓർഗാനിക്സ് ലിമിറ്റഡ് ഫാർമസ്യൂട്ടിക്കൽ ഇന്റർമീഡിയറ്റ്സും സ്പെഷ്യാലിറ്റി കെമിക്കൽസും മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. പ്രമുഖ US ഇൻവെസ്റ്ററായ ആശിഷ് കച്ചോലിയയ്ക്ക് ഈ കമ്പനിയിൽ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട്. അമി ഓർഗാനിക്സുമായി ബന്ധപ്പെട്ട് 2 പോസിറ്റീവ് ന്യൂസുകൾ കഴിഞ്ഞ ദിവസം കാണാൻ സാധിച്ചു. ഒന്ന്, ഫിൻലാൻഡ് ബേസ്ഡ് കമ്പനിയായ ഓറിയൻ കോർപ്പറേഷൻ എന്ന കമ്പനിയുടെ സബ്സിഡറി കമ്പനിയായ ഫെർമിയോൺ എന്ന കമ്പനിയും അമി ഓർഗാനിക്സും തമ്മിൽ പാർട്ണർഷിപ്പിൽ ഒപ്പുവെച്ചു. ഇവിടെ ഫെർമിയോൺ എന്ന കമ്പനിക്ക് വേണ്ടി അഡ്വാൻസ്ഡ് ഫാർമസ്യൂട്ടിക്കൽ ഇന്റർമീഡിയറ്റ്സ് മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടിയാണ് അമി ഓർഗാനിക്സുമായി പാർട്ണർഷിപ്പിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ഇതുവഴി അമി ഓർഗാനിക്സ് കോൺട്രാക്ട് ഡെവലപ്മെന്റ് ആൻഡ് മാനുഫാക്ചറിംഗ് ഓർഗനൈസേഷൻ സെക്ടറിലെ ഒരു കമ്പനിയായി മാറിക്കഴിഞ്ഞു. കൂടാതെ അമി ഓർഗാനിക്സിനെ സംബന്ധിക്കുന്ന രണ്ടാമത്തെ അപ്ഡേറ്റ്, കമ്പനി ഗുജറാത്തിൽ 200 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തി ഒരു മാനുഫാക്ചറിംഗ് പ്ലാന്റ് ആരംഭിച്ചു എന്നുള്ളതാണ്. ഈ 2 ന്യൂസുകളും അമി ഓർഗാനിക്സിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റുകളാണ്. ഇതുകൂടാതെ കമ്പനിയുടെ ഫണ്ടമെന്റൽസും മികച്ചതാണ്. റീസെന്റ് സ്റ്റോക്ക് 1000 രൂപ എന്ന റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് 1140 രൂപയ്ക്ക് അടുത്താണ് ക്ലോസിംഗ് നൽകിയിരിക്കുന്നത്. സ്റ്റോക്ക് ഇപ്പോൾ സപ്പോർട്ട് പ്രൈസിൽ ലഭ്യമാണ്. ഈ സ്റ്റോക്കിനെ അക്കുമുലേറ്റ് ചെയ്യാനുള്ള ഏറ്റവും മികച്ച റേഞ്ച് 880 രൂപയുടെ റേഞ്ചാണ്. ഈ റേഞ്ചിൽ സ്റ്റോക്ക് ദീർഘകാലം കൺസോൾഡേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അതിനുശേഷം സ്റ്റോക്ക് അതിന്റെ റെസിസ്റ്റൻസ് ആയ 1100 എന്ന ലെവലിൽ ബ്രേക്ക്ഔട്ട് നൽകി പിന്നീട് ആ റെസിസ്റ്റൻസിനെ സ്റ്റോക്ക് റീടെസ്റ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് അമി ഓർഗാനിക്സ് എന്ന സ്റ്റോക്കിനെ ഈ മാർക്കറ്റ് സാഹചര്യത്തിൽ നമ്മൾക്ക് ട്രേഡിങ്ങിനും ഇൻവെസ്റ്റ്മെന്റിനും പരിഗണിക്കാം. രണ്ടാമത്തെ സ്റ്റോക്ക് കെഫിൻ ടെക്നോളജി ലിമിറ്റഡ്. ഓരോ ആഴ്ചയും പുതിയ IPOകൾ വരുന്നത് വഴി ക്യാപിറ്റൽ മാർക്കറ്റിന്റെ എക്സ്പാൻഷൻ നടക്കുകയാണ്. ക്യാപിറ്റൽ മാർക്കറ്റിന്റെ എക്സ്പാൻഷൻ നടക്കുമ്പോൾ CDSL, കെഫിൻ ടെക്നോളജി പോലുള്ള സ്റ്റോക്കുകൾ മികച്ച പെർഫോമൻസ് നടത്താവുന്നതാണ്. അതുകൊണ്ട് നമ്മൾക്ക് പരിഗണിക്കാവുന്ന സ്റ്റോക്കാണ് കെഫിൻ ടെക്നോളജി. കൂടാതെ കെഫിൻ ടെക്നോളജി എന്ന സ്റ്റോക്ക് ഇപ്പോൾ 4% ഡിസ്കൗണ്ടിൽ ലഭ്യമാണ്. 6 മാസം കൊണ്ട് 41% റിട്ടേൺ നൽകിയ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് 8,000 കോടി, വാല്യൂഷൻ 40.73. സ്റ്റോക്ക് ഇയർ ടിൽ ഡേറ്റിൽ അല്ലെങ്കിൽ ഓൾ ടൈമിൽ 47.5% റിട്ടേൺ ആണ് നൽകിയത്. കെഫിൻ ടെക്നോളജി എന്ന സ്റ്റോക്കിൽ നമ്മൾക്കൊരു ബ്ലോക്ക് ഡീൽ കാണാൻ സാധിച്ചു. ഈ കമ്പനിയിലെ പ്രമുഖ ഇൻവെസ്റ്റ്മെന്റ് ഫിമായ ജനറൽ അത്ലാന്റിക് ഏകദേശം 3.3 കോടി സ്റ്റേക്കുകൾ 500 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ സെൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ വെഞ്ചുറ അഡ്വൈസസ് എന്ന കമ്പനി കെഫിൻ ടെക്നോളജിയുടെ സ്റ്റേക്കുകൾ അക്വയർ ചെയ്തതായിട്ടും കാണാൻ സാധിക്കും. പല ബ്രോക്കേജ് ഏജൻസികളും സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും 704 രൂപയുടെ ടാർഗറ്റും നൽകി. കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും 39% അപ്സൈഡിലുള്ള ടാർഗറ്റ്. ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ നിശ്ചയിച്ചിരിക്കുന്ന കാലാവധി 1 വർഷമാണ്. കെഫിൻ ടെക്നോളജി എന്ന സ്റ്റോക്കിന്റെ ട്രെൻഡ് ലൈൻ ഡ്രോ ചെയ്താലും സ്റ്റോക്ക് ട്രെൻഡ് ലൈൻ സപ്പോർട്ടിന് അടുത്തായിട്ട് കാണാൻ സാധിക്കും. മൂന്നാമത്തെ സ്റ്റോക്ക് അവന്യൂ സൂപ്പർമാർട്ട് അല്ലെങ്കിൽ ഡിമാർട്ട്. മികച്ച ഫണ്ടമെന്റൽസ് ഉള്ള ഡിമാർട്ട് എന്ന കമ്പനി വരുന്ന 1 വർഷം കൊണ്ട് 16% റിട്ടേൺ നൽകും എന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. ഡിമാർട്ടിന്റെ ചാർട്ട് നമ്മൾ പരിശോധിച്ചാൽ 5,800 രൂപയിൽ നിന്നും സ്റ്റോക്ക് 3,500 രൂപ വരെ ഇടിയുകയും അവിടെ നിന്നും റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ ഹയർ ഹൈ ഹയർ ലോ ഫോർമേഷനോടുകൂടി ഹയർ സൈഡിലേക്ക് നീങ്ങുകയാണ്.
അതുകൊണ്ട് ഡിമാർട്ട് എന്ന സ്റ്റോക്കിനെയും കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി പരിഗണിക്കാം. 4500, 5000, 5500 പോലുള്ള ടാർഗറ്റുകളാണ് ഡിമാർട്ടിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്